Dear students, today we are going to discuss about a new topic coming under linear programming problem, that is duality in LPP. What is duality? Every linear programming problem is associated with another linear programming problem. നമ്മൾ ഇതുവരെ സിംപ്ലക്സ് മെത്തേഡിലൂടെ ധാരാളം ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയുണ്ടായി. അവിടെയൊക്കെ ഒരു മാത്തമെറ്റിക്കലി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള LPP നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ LPP നമുക്ക് തരുന്ന LPPയെ നമ്മൾ ഒറിജിനൽ LPP അല്ലെങ്കിൽ പ്രൈമൽ LPP എന്നാണ് പറയുക. പ്രൈമലാണ് തരുന്ന LPP, പ്രൈമൽ LPP എന്നാണ് വിളിക്കുക. ഏതൊരു LPPക്കും അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു LPP ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു LPPയോട് അല്ലെങ്കിൽ ഒരു ഒറിജിനൽ LPPയോട് ഒരു പ്രൈമൽ LPPയോട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റൊരു LPP, അതിനെയാണ് നമ്മൾ ഡ്യുവൽ LPP എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ LPPയെ പ്രൈമൽ എന്ന് വിളിക്കും. അതിനോട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന മറ്റൊരു LPP ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതിനെ ഡ്യുവൽ LPP എന്ന് പറയും. ഓക്കെ, ഡ്യുവാലിറ്റി. അങ്ങനെ ഡ്യുവൽ LPP എന്താണ്, ഒരു പ്രൈമലിൻ്റെ ഡ്യുവൽ എന്താണെന്ന് കണ്ടെത്തിയ ശേഷം നമുക്ക് LPPയുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. അങ്ങനെ ഒരു LPPയുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ആ LPPയുടെ ഡ്യുവൽ എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നു. ആ ഡ്യുവൽ ഉപയോഗിച്ചുകൊണ്ട് LPPയുടെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടെത്തുന്ന മെത്തേഡിനെ പൊതുവെ വിളിക്കുന്നതാണ് ഡ്യുവാലിറ്റി മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഡ്യുവാലിറ്റി തിയറം പ്രകാരം for every maximization problem in LPP there is a unique similar problem of minimization involving the same data. അപ്പോൾ ഡ്യുവാലിറ്റി തിയറം പ്രകാരം ഏതൊരു മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയ LPPക്കും ഒരു യുണീക്ക് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഒരു LPP ഉണ്ടായിരിക്കും, അതേ സെയിം ഡാറ്റ ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഏതൊരു മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയ LPPക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയിട്ടുള്ള ഒരു LPP ഉണ്ടായിരിക്കും, അതും ആ സെയിം ഡാറ്റ ഉപയോഗിച്ച് തന്നെ. ഓക്കെ, therefore the optimal solution for primal LPP and dual LPP would be the same. അപ്പോൾ ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രൈമലിൻ്റെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും ഡ്യുവൽ ഉപയോഗിച്ച് അതിൻ്റെ ഡ്യുവൽ കണ്ടെത്തി ഓപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാലും സെയിം ആയിരിക്കും, ബിക്കോസ് അവ ഒരേ ഡാറ്റ ഉപയോഗിച്ച് തന്നെ വരുന്ന രണ്ട് LPP ആയതുകൊണ്ട്. ഓക്കെ, then what are the important points to be noted while finding dual of a primal? ഒരു തന്നിട്ടുള്ള LPP, അതായത് പ്രൈമൽ LPPയുടെ ഡ്യുവൽ LPP എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് ദി പ്രൈമൽ ഈസ് മാക്സിമൈസേഷൻ ദി ഡ്യുവൽ ഈസ് മിനിമൈസേഷൻ ആൻഡ് വൈസ് വേഴ്സ. പ്രൈമൽ LPP എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയതാണെങ്കിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്ന അതിനോടനുബന്ധമായിട്ടുള്ള ഡ്യുവൽ LPPയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ ആയിരിക്കും. ആൻഡ് വൈസ് വേഴ്സ, അതായത് പ്രൈമൽ മിനിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ മാക്സിമൈസേഷനും ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ദി കോഎഫിഷ്യൻസ് ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് പ്രൈമൽ ബിക്കം ദി RHS ഓഫ് കൺസ്ട്രെയിൻസ് ഓഫ് ഡ്യുവൽ. തന്നിട്ടുള്ള LPP, അതായത് പ്രൈമൽ LPPയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഡ്യുവൽ LPPയുടെ കൺസ്ട്രെയിൻസിൻ്റെ RHS ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരിക്കും. അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സൈൻ കഴിഞ്ഞ് വലതുഭാഗത്ത് വരുന്ന ആ കോൺസ്റ്റൻസ് ഉണ്ടല്ലോ, അതായിരിക്കും. ക്ലിയർ? ദെൻ തേർഡ്, ദി RHS ഓഫ് കൺസ്ട്രെയിൻസ് ഓഫ് പ്രൈമൽ ബിക്കം ദി കോഎഫിഷ്യൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി ഡ്യുവൽ. തന്നിട്ടുള്ള പ്രൈമൽ LPPയുടെ കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ്, അതായത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സൈൻ കഴിഞ്ഞ് വലതുഭാഗത്ത് വരുന്ന ആ കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഉണ്ടല്ലോ, അത് ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് ആയിരിക്കും. Then the fourth point is the transpose of the coefficients of the constraints of the primal become the coefficients of the constraints of the dual. അതായത് തന്നിട്ടുള്ള പ്രൈമൽ LPPയുടെ കൺസ്ട്രെയിൻസിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സൈൻ ഉണ്ടല്ലോ, ആ സൈനിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോർഷൻ എന്ന് പറയുന്നത് ആ കോയഫിഷ്യൻ്റ് വാല്യൂ, ഈ കൺസ്ട്രെയിൻസിൻ്റെ കോയഫിഷ്യൻ്റ് വാല്യൂവിൻ്റെ ട്രാൻസ്പോസ് ആയിരിക്കും ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെ കോയഫിഷ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഒന്നുകൂടെ വ്യക്തമാക്കണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്ന സമയത്ത് വ്യക്തത വരും. ഫിഫ്ത്ത് പോയിന്റ്, ദി സിംബൽ ഓഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ഇൻ പ്രൈമൽ will become greater than or equal in dual, and the symbol greater than or equal in primal will become less than or equal in the dual. അതായത് പ്രൈമലിൽ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണെങ്കിൽ ഡ്യുവലിൻ്റെത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിരിക്കും. അതുപോലെ പ്രൈമൽ LPPയിൽ കൺസ്ട്രെയിൻസിൻ്റെ സൈന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഡ്യുവലിൻ്റെത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇതാണ് 5 ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിൽ ഓർക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. Then let us see the essential condition for conversion of a primal into dual. ഒരു പ്രൈമലിനെ ഡ്യുവലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, അതിന് ആവശ്യം വേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്ന് നോക്കാം. In a primal with maximization objective function, all the structural constraints must be with less than or equal to symbol. And in a primal with minimization objective function, all the structural constraints must be with greater than or equal to symbol. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്ത് തന്നിട്ടുള്ള LPP, അതായത് നമ്മൾ പ്രൈമൽ LPP, ഒറിജിനൽ LPP എന്ന് പറയുന്നത് ആ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പലോട് കൂടിയതായിരിക്കണം. ഇനി എങ്ങാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണെങ്കിൽ അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പലാക്കി മാറ്റണം. ഓക്കെ. അതേപോലെ ഇഫ് എ പ്രൈമൽ വിത്ത് മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, പ്രൈമൽ LPP എന്ന് പറയുന്ന മിനിമൈസേഷൻ ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് എങ്കിൽ അതിൻ്റെ എല്ലാ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയതായിരിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ. നോട്ട് ഇഫ് എനി വൺ ഓഫ് ദി ഇനീക്വാലിറ്റി കൺസ്ട്രെയിൻസ് ഡസ് നോട്ട് പൊസസ് ദി റിക്വയർഡ് സിമ്പൽ. ഞാനിപ്പോൾ പറഞ്ഞു, മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിരിക്കണം. മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം വേണ്ടത്. ഇനി അങ്ങനെ അത് വ്യത്യസ്തമായ രീതിയിലാണ് വന്നത് എങ്കിൽ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ വേണ്ടത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണെന്ന് വിചാരിക്കുക, അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആക്കി മാറ്റണം. അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. നോക്കൂ. എക്സാമ്പിൾ 2x1 പ്ലസ് 3x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണെന്ന് വിചാരിക്കുക. ഇതിനെ ഈ സൈന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഈ കൺസ്ട്രെയിൻസിൻ്റെ ഈ സിമ്പലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2x1 വരും. ഇവിടെ -3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4 എന്നായി മാറും. അപ്പോൾ ഇതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയിട്ടുള്ള കൺസ്ട്രെയിൻസ് ആണ്. ഇതിനെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനോട് കൂടിയ ഒരു കൺസ്ട്രെയിൻ്റ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് -x1 -3x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -4 എന്നായി മാറും. ഓക്കെ. അതാണ് അതിൻ്റെ റൂള്. കാരണം ഒരു പ്രൈമലിനെ ഡ്യുവലാക്കി മാറ്റുന്ന സമയത്ത് ആ പ്രൈമൽ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻസും, ആ പ്രൈമലിൻ്റെ എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിരിക്കണം. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആക്കി മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. അതുപോലെ ഒരു പ്രൈമൽ മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയതാണെങ്കിൽ ആ പ്രൈമലിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെ സൈനൊക്കെ സിമ്പലൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിരിക്കണം. ഇനി അതോ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആക്കി മാറ്റണം. എങ്ങനെയാണ്? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും. ഓക്കെ. യെസ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഡ്യുവൽ ഡെവലപ്പ് ചെയ്യുന്നത്? ഹൗ ടു ഫൈൻഡ് ദി ഡ്യുവൽ ഓഫ് എ പ്രൈമൽ. ആ പ്രൊസീജിയർ എന്താണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? എക്സ്പ്രസ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി പ്രൈമൽ ഇൻ മെട്രിക്സ് ഫോം. മെട്രിക്സ് ഫോമിൽ എഴുതാൻ അറിയാലോ.
ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ആ കോഎഫിഷ്യൻസ് മെട്രിക്സ് ഫോമിൽ എഴുതാൻ നമ്മൾ പഠിച്ചതാണ്. അങ്ങനെ എഴുതുക. സെക്കൻഡ്, എക്സ്പ്രസ് ദി കൺസ്ട്രെയിൻഡ് ഇനീക്വാലിറ്റീസ് ഇൻ മെട്രിക്സ് ഫോം. കൺസ്ട്രെയിൻസ് ഇനീക്വാലിറ്റീസ് ഉണ്ടല്ലോ, അത് മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതും നമുക്കറിയാം. ഇനീക്വാലിറ്റി ആയിട്ട് തന്നെയാണ് എഴുതേണ്ടത്. ഈക്വൽ ടു എന്നല്ല എഴുതേണ്ടത്, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സൈനോട് കൂടി അങ്ങനെ തന്നെ എഴുതുക. ഓക്കെ, അത് മെട്രിക്സ് ഫോമിലേക്കാക്കി മാറ്റി എഴുതണം ആ കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻസ്. ഓക്കെ, ദെൻ take the matrix of objective function of the primal as the matrix of RHS of dual. എന്താ പറഞ്ഞിരിക്കുന്നത്? തന്നിട്ടുള്ള നമ്മളിവിടെ ഇപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ആ കോഎഫിഷ്യൻസ് മെട്രിക്സ് ഫോമിൽ എഴുതിയില്ലേ, ആ മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ആ കോഎഫിഷ്യൻസ് എന്തായി മാറും? ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അതുപോലെ അവിടെയുള്ള ടേക്ക് ദി മെട്രിക്സ് ഓഫ് RHS കൺസ്ട്രെയിൻസ് ഓഫ് പ്രൈമൽ ആസ് ദി മെട്രിക്സ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദി ഡ്യുവൽ. എന്ത് ചെയ്യണം? ഇവിടെ RHS കൺസ്ട്രെയിൻസ് ഓഫ് പ്രൈമലിൻ്റെ RHS കൺസ്ട്രെയിൻസ്, അതായത് നമ്മുടെ പ്രൈമൽ LPPയുടെ ഒറിജിനൽ LPPയുടെ റൈറ്റ് ഹാൻഡ് സൈഡ്, കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസായി മാറണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. Take the transpose of matrix of LHS constraints equation of the primal as the matrix of the LHS of constraint equation of the dual. അപ്പോൾ ഒറിജിനൽ LPPയുടെ പ്രൈമൽ LPPയുടെ കൺസ്ട്രെയിൻസ് ഇനീക്വാലിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ട്രാൻസ്പോസ് മാറ്റി അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അതാണ് ഡ്യുവലിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെ LHS പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഗിവ് ദി ലെറ്റർ G ഫോർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മൾ പ്രൈമലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് Z ആണല്ലോ, മാക്സിമൈസ് Z, മിനിമൈസ് Z എന്നൊക്കെയാണ്. നമുക്കത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡ്യുവൽ ആണെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ G എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ Z' എന്നൊക്കെ കൊടുക്കാം, G എന്ന് കൊടുക്കാം. ഇഫ് ദി പ്രൈമൽ ഈസ് വിത്ത് മാക്സിമൈസ്, ദി ഡ്യുവൽ വിൽ ബി വിത്ത് മിനിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് വൈസ് വേഴ്സ. അതായത് പ്രൈമൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതാണ്, അത് പ്രൈമൽ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയതാണെങ്കിൽ ഡ്യുവൽ മിനിമൈസേഷൻ ആയിരിക്കണം. അപ്പോൾ മിനിമൈസ് G എന്നാണ് പറയുക. മാക്സിമൈസ് Z ആണ് ഒറിജിനൽ LPP എങ്കിൽ ഡ്യുവൽ LPP മിനിമൈസ് G ആയിരിക്കും. ഇനി ഒറിജിനൽ LPP, അതായത് പ്രൈമൽ LPP എന്ന് പറയുന്നത് മിനിമൈസ് Z എന്നാണ് പറയുന്നത് എങ്കിൽ ഡ്യുവൽ LPP എന്തായിരിക്കും? മാക്സിമൈസ് G എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ എഴുതിയ ശേഷം ഗിവ് ദി വേരിയബിൾ നെയിംസ് y1, y2, y3 എക്സെട്ര എക്സെട്ര. നമ്മൾ ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഈ y1, y2, y3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയി. അതേപോലെ റിവേഴ്സ് അതുപോലെ കൺസ്ട്രെയിൻസും അങ്ങനെ വേരിയബിൾസ് y1, y2, y3 കൊടുക്കുക. അതിനുശേഷം റിവേഴ്സ് ഓൾ ദി ഇനീക്വാലിറ്റി സിമ്പിൾസ്. ഇനീക്വാലിറ്റി സിമ്പിൾ എല്ലാം റിവേഴ്സ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റുക. അപ്പോൾ കിട്ടുന്ന LPP ആണ് ഡ്യുവൽ LPP എന്ന് പറയുന്നത്. ഓക്കെ, വല്ല ബുദ്ധിമുട്ട് മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്യുന്നതോടുകൂടി ക്ലിയർ ആകും. ഓക്കെ, നോക്കൂ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഒരു LPPയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂ ആണ് നമ്മൾ CJ വാല്യൂ എന്നെല്ലാം പറയുന്നത് 3, 1, 2. അവിടെ 3x1 എന്നും പ്ലസ് x2 പ്ലസ് 2x3 എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് വാല്യൂസ് ആണ് x1, x2, x3 ആണ് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് 3, 1, 2. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമൈസോ മിനിമൈസോ എന്തോ ആവട്ടെ, ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട കൺസ്ട്രെയിൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുകയാണ്. ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? x1 പ്ലസ് x2 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നായിരിക്കും. അതിൻ്റെ കോൺസ്റ്റൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കോഎഫിഷ്യൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത കൺസ്ട്രെയിൻറ്റ് ഇങ്ങനെയായിരിക്കും 2x1 പ്ലസ് x3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നായിരിക്കും. അതുപോലെ മൂന്നാമത്തെ കൺസ്ട്രെയിൻറ്റ് x2 പ്ലസ് 3x3 എന്നായിരിക്കാം. അപ്പോൾ നോക്കൂ, മൂന്നാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 പ്ലസ്
3x3 എന്നായിരിക്കും. അതിൻ്റെ മെട്രിക്സ് ഫോമിൽ കോഎഫിഷ്യൻ്റ് വാല്യൂ ഇടുന്ന സമയത്ത് 0, 1, 3 എന്ന് വരും. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. അപ്പോൾ ഇതാണ് നമ്മൾ തന്നിട്ടുള്ള പ്രൈമൽ LPPയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ്. ഇത് കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇത്. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണിത്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡ്, ഇത് RHS, ഇത് LHS എന്ന് പറയും. അപ്പോൾ ആ ഇക്വേഷനാക്കി മാറ്റിയിട്ടില്ല, അതേ സൈന് തന്നെയാണ് കൊടുത്തിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ എന്ന്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈമലാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഡ്യുവലിൻ്റെ എന്തായി മാറും, കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡായി മാറണം. അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ടേക്ക് വരണം. നോക്കൂ, 3, 1, 2 എന്നുള്ളത് ഇങ്ങോട്ട് വരും. ഇവിടെ നോക്കൂ, 3, 1, 2. അതുപോലെ ഇവിടെയുള്ള, അതായത് പ്രൈമലിൻ്റെ കൺസ്ട്രെയിൻസിൻ്റെ RHS റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റായി മാറും. അത് നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങനെ 5, 10, 15 ആയി മാറും. 5, 10, 15 ഉണ്ടോ? ഇത് താഴേക്ക് വന്നു, ഇത് നേരെ ഇങ്ങോട്ടേക്കും പോയി. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഇവിടെ കൺസ്ട്രെയിൻസിൻ്റെ കോഎഫിഷ്യൻ, കൺസ്ട്രെയിൻറ്റ് ഇനീക്വാലിറ്റീൻ്റെ ഈ കോഎഫിഷ്യൻസിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഓരോ റോയും കോളാക്കി മാറ്റുക, റോയും കോളും പരസ്പരം മാറ്റുക. അതായത് ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1, 1, 1 ആണല്ലോ, അത് ഫസ്റ്റ് കോളായി 1, 1, 1. സെക്കൻഡ് റോ 2, 0, 1 ആണ്, സെക്കൻഡ് കോളമാക്കുക 2, 0, 1. തേർഡ് റോ 0, 1, 3, അത് തേർഡ് കോളമാക്കുക 0, 1, 3. ഓക്കെ, ഇങ്ങനെയായി മാറിക്കഴിഞ്ഞല്ലോ. ഇനി ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈനാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു LPPയെ മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ എഴുതിയില്ലേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മെട്രിക്സ് ആണിത്, കൺസ്ട്രെയിൻറ്റിൻ്റെ മെട്രിക്സ് ഫോമാണ്. ഇത് കൺസ്ട്രെയിൻസിൻ്റെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് കൺസ്ട്രെയിൻസിൻ്റെ RHS റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത് വെച്ച് നമ്മൾ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കിട്ടിയല്ലോ. മെട്രിക്സ് ഫോം ഇങ്ങനെയായി മാറി. എങ്ങനെ? ഇത് താഴേക്ക് ഇവിടെ വന്നു, ഇവിടെയുള്ളത് നേരെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റായി മാറി. പിന്നെ ഇവിടെയുള്ളത് എന്തായി മാറി? അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പോൾ ഇങ്ങനെ കിട്ടിയല്ലോ. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഇത് നമുക്ക് LPP ആക്കി മാറ്റി എഴുതാം. അപ്പോൾ LPP ആക്കി മാറ്റി എഴുതുമ്പോൾ ഇതാണ് നമ്മൾ 5x1 എന്നൊക്കെ പറയുന്നത്. പക്ഷേ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി എക്സിന് പകരം y നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരും. ഇത് ഈ ഒരു മെട്രിക്സ് ഫോമിനെ നമുക്ക് LPP ആക്കി മാറ്റിയാൽ എങ്ങനെ വരും? 5y1 പ്ലസ് 10y2 പ്ലസ് 15y3. അതായത് അതിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് നമ്മൾ Z എന്നാണ് കൊടുക്കുക, G എന്നാണ് കൊടുക്കുക, കൺഫ്യൂഷൻ വരാതിരിക്കുക. ഇത് Z ആണ്, അപ്പോൾ ഇതിന് അതിൻ്റെ ഡ്യുവലിന് G എന്ന് കൊടുക്കും. G ഈക്വൽ ടു മാക്സിമൈസോ മിനിമൈസോ എന്തോ ആവട്ടെ. ഇത് മാക്സിമൈസ് ആണെങ്കിൽ ഇത് മിനിമൈസ് ആവും, ഇത് മിനിമൈസ് ആണെങ്കിൽ ഡ്യുവൽ മാക്സിമൈസ് ആവണം. ഓക്കെ, G ഈക്വൽ ടു 5y1 പ്ലസ് 10y2 പ്ലസ് 15y3 എന്ന് വരും. ഓക്കെ, സബ്ജക്റ്റ് ടു y1 പ്ലസ് 2y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. മറ്റൊരു കൺസ്ട്രെയിൻറ്റ് y1 പ്ലസ് y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. തേർഡ് കൺസ്ട്രെയിൻറ്റ് y1 പ്ലസ് y2 പ്ലസ് 3y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. പിന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻറ്റ് 3 വേരിയബിൾസ് ആണുള്ളത്. y1, y2, y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെയാണ് ഡ്യുവൽ LPP. അപ്പോൾ ഇതിൽ നിന്നൊരു LPP നമ്മൾ ഡെവലപ്പ് ചെയ്തു, അതിനെയാണ് ഡ്യുവൽ LPP എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ എന്തായാലും ഒരു പ്രോബ്ലം കൂടെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ വ്യക്തത വരും. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നോക്കൂ. ഫൈൻഡ് ദി ഡ്യുവൽ ഫോം ഓഫ് ദി ഫോളോയിങ് LPP. Maximize Z equal to 3x1 plus x2 plus 2x3 subject to x1 plus x2 plus x3 less than or equal to 5, 2x1 plus x3 less than or equal to 10, x2 plus 3x3 less than or equal to 15, x1, x2, x3 greater than or equal to 0. അപ്പോൾ ഒരു കണ്ടീഷൻ നമ്മൾ എന്താണ്, ഒരു പ്രൈമൽ LPPയെ ഡ്യുവൽ LPP ആക്കി മാറ്റുന്ന സമയത്തുള്ള ഒരു പ്രധാന കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രൈമൽ LPP എന്ന് പറയുന്ന മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനോട് കൂടിയാണെങ്കിൽ ആ പ്രൈമൽ LPPയുടെ കൺസ്ട്രെയിൻസിൻ്റെ ആ സൈൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിരിക്കണം. ഇവിടെ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനാണ്. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഈ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് അല്ല. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിൻ്റെ എല്ലാ സൈനും നോക്കിക്കോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈനാണ്. ഇത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ആണ്.
ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഇത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. ഈ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആക്കി മാറ്റണം ആദ്യം തന്നെ. അതെങ്ങനെയാണ്? -1 കൊണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, മൾട്ടിപ്ലിക്കേഷൻ നടത്തേണ്ട ആവശ്യമില്ല. കാരണം മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ പ്രൈമലിൻ്റെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിൻ്റെ സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ്, ഒന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇനി മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിക്കോളൂ. ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 3 1 2 3 1 2. ഓക്കെ, കൺസ്ട്രെയിൻസിൻ്റെ നോക്കിക്കോളൂ. ഇതെന്താ? ഫസ്റ്റ് കൺസ്ട്രെയിൻ 1 1 1 1 1 1. സെക്കൻഡ് 1 x2 ഇല്ല, അപ്പോൾ 0 ആണ്. 2 0 1 2 0 1. തേർഡ് കൺസ്ട്രെയിൻ x1 ഇല്ല, അപ്പോൾ 0 1 3 0 1 3. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ കോമൺ ആയിട്ട് എഴുതിയാൽ ഓരോന്നിനും ലെസ് ദാൻ ഓർ ഈക്വൽ സൈൻ കൊടുക്കേണ്ട. മെട്രിക്സ് ആകുമ്പോൾ ഒന്നിച്ച് കോമൺ ആയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ സൈൻ കൊടുക്കുക. 5 10 15. ക്ലിയർ? ഇത് ഇവിടെ നമ്മൾ ഈ മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുന്ന കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള LPPയുടെ മെട്രിക്സ് ഫോമാണ്. ഓക്കെ, ഈ മെട്രിക്സ് ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു മെട്രിക്സ് ഫോം നമ്മൾ ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണത്? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഈ മെട്രിക്സ് നേരെ ഇങ്ങോട്ടേക്ക് വരെ, ഇവിടെയുള്ളത് നേരെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കോഎഫിഷ്യൻ്റ് ആക്കുക. അപ്പോൾ 3 1 2 എന്നുള്ളത് ഇവിടെ വരും, 3 1 2. ഇവിടെയുള്ള 5 10 15 എന്നുള്ളത് ഇവിടെ വരും, 5 10 15. ക്ലിയർ ആയോ? ഇനി ഇത് നോക്കി, ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കൂ. 1 1 1 ഫസ്റ്റ് റോ, ഇത് ഫസ്റ്റ് കോളം, 1 1 1 2 0 1 2 0 1 0 1 3 0 1 3. ഓക്കെ, എന്നിട്ട് ഈ സൈൻ അങ്ങ് മാറ്റുക. ലെസ് ദാൻ ഓർ ഈക്വൽ എന്നുള്ള ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആക്കി മാറ്റുക. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ മെട്രിക്സ് ഫോമിൽ ഈ തന്നിട്ടുള്ള LPPയുടെ മെട്രിക്സ് ഫോം ഇങ്ങനെയുള്ളത് നമ്മൾ ഈ രൂപത്തിൽ മാറ്റിയല്ലോ. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും ഒരു LPP ഫോമിലേക്ക് മാറ്റുക. LPP ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഇവിടെ വേരിയബിളിൻ്റെ വാല്യൂ എക്സിന് പകരം y കൊടുക്കുക. y1 y2 y3 എന്ന് കൊടുക്കുക. അപ്പോൾ എങ്ങനെ വരും? 5 y1 + 10 y3 y2 + 15 y3 എന്ന് വരും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇവിടെ മാക്സിമൈസ് ആയതുകൊണ്ട് ഡ്യുവലിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ആയിരിക്കണം. മിനിമൈസ് g = 5y1 + 10y2 + 15y3 എന്നായി മാറും. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് പറഞ്ഞോളൂ. y1 + 2y2 ഇത് 0 ആണ്, അപ്പോൾ വേണ്ട. 2y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, അതാണ് ഇവിടെ. ഓക്കെ, അടുത്ത കൺസ്ട്രെയിൻ നോക്കൂ. y1 + y2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, തേർഡ് കൺസ്ട്രെയിൻ നോക്കൂ. y1 + y2 + 3y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അതാണ്. ക്ലിയർ? പിന്നെ നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ y1 y2 y3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ തന്നിട്ടുള്ള LPPയിൽ നിന്നും നമ്മൾ ഒരു LPP മറ്റൊരു LPP ഡെവലപ്പ് ചെയ്തല്ലോ. ഈ LPPയെയാണ് ഡ്യുവൽ LPP എന്ന് പറയുന്നത്. തന്നിട്ടുള്ള ഈ LPPയെ പ്രൈമൽ LPP എന്ന് പറയും. അപ്പോൾ ഈ പ്രൈമൽ LPPയുടെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ഡ്യുവൽ ഉപയോഗിച്ചും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം. കാരണം ഇതേ ഡാറ്റ ഉപയോഗിച്ചാൽ ഈ ഡ്യുവൽ LPP ഡെവലപ്പ് ചെയ്ത്, അതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തിയാലും മതി. പക്ഷേ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഡ്യുവൽ ഡെവലപ്പ് ചെയ്ത ശേഷം ഈ LPPയുടെ സൊല്യൂഷൻ കണ്ടെത്തുന്ന പ്രോസസ്സിന്, ആ മെത്തേഡിനെയാണ് ഡ്യുവാലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്കിതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ് പഠിക്കാം. ഓക്കെ, താങ്ക് യു.